ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 3-ാം അധ്യായം. ശ്രീ ശുക ഉവാച. ഏവം വ്യവസിതോ ബുദ്ധ്യ സമാദായ മനോഹൃദി ജജാപ പരമം ജാപ്യം പ്രജന്മന്യനുശിക്ഷിതം. ജന്മാന്തരവാസന നിമിത്തം ശ്രീഹരിയെ സംസ്മരിച്ച ഗജേന്ദ്രന് ഹരികാരുണ്യ കടാക്ഷത്താൽ അഭീഷ്ടം സാധിച്ചുവെന്ന സംഗതി ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ശ്രീ ശുകമുനി അരുളി ചെയ്തു. മുകളിൽ വിവരിച്ച വിധം നിശ്ചയിച്ച ഗജേന്ദ്രൻ വിചാരശക്തിയാൽ മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ചിട്ട് ഹൃദയത്തിൽ തന്നെ ഉറപ്പിച്ച ശേഷം പൂർവജന്മത്തിൽ നിരന്തരം അഭ്യസിച്ചിരുന്ന പരമമന്ത്രസ്വരൂപമായ സ്തോത്രം ജപിച്ചു. ഒരു ജന്മത്തിൽ ഭഗവാനെ സേവിച്ചിട്ട് യോഗഭ്രംശം നിമിത്തം കൈവല്യം പ്രാപിക്കാൻ സംഗതി വരാതെ വീണ്ടും ജനിക്കേണ്ടി വന്നാൽ പൂർവജന്മത്തിൽ അഭ്യസിച്ച ബുദ്ധിയോഗം ഈ ജന്മത്തിൽ വാസനാരൂപേണ വിളങ്ങും. പരമസിദ്ധിക്കായിക്കൊണ്ട് പിന്നെയും പരിശ്രമിക്കും. അവശനാണെന്നിരിക്കലും പൂർവവാസന വിട്ടൊഴിയുകയില്ല. ഗജേന്ദ്ര ഉവാച. ഓം നമോ ഭഗവതേ തസ്മൈ യദയേതച്ചിദാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമഹി. ഗജേന്ദ്രൻ ധ്യാനിച്ചു. ചിത് സ്വരൂപനായ യാതൊരുവൻ നിമിത്തം ശരീരാദിപ്രപഞ്ചം ചിത് സ്വരൂപമായിട്ട് ഭവിക്കുന്നുവോ, അന്തര്യാമി രൂപേണ യാതൊരുവൻ അന്തർക്കരണത്തിൽ ശയിക്കുന്നുവോ, യാതൊരുവൻ പ്രകൃതി പുരുഷൻ രൂപേണ ജഗത് കാരണമായിരിക്കുന്നുവോ, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരത്തെ ഭാവിക്കുന്നു. ഗ്രാഹത്താൽ ഗ്രഹിക്കപ്പെട്ടതിനാൽ നമസ്കരിക്കാനുള്ള അശക്തി നിമിത്തം മനസാ ഭാവിക്കുന്നു എന്ന് പറയുന്നു. യസ്മിന്നിദം യദച്ഛേദം ഏനേദം യൈദം സ്വയം യോസ്മാത് പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. ഭഗവാന്റെ പരമൈശ്വര്യത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് ശരണം പ്രാപിക്കുന്നു. കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ സർവചരാചരാത്മക ലോകവും അധിഷ്ഠാന സ്വരൂപനായ യാതൊരുവനിൽ ഇരിക്കുന്നുവോ, നിമിത്ത കാരണരൂപനായ യാതൊരുവനിൽ നിന്നും വെളിപ്പെടുന്നുവോ, ഉപകരണ ദ്രവ്യാത്മകനായ യാതൊരുവനെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ലോകം യാതൊരുവനായിട്ട് തന്നെ ഇരിക്കുന്നുവോ, യാതൊരുവൻ സ്ഥൂലരൂപമായ കാര്യദ്രവ്യത്തിൽ നിന്നും സൂക്ഷ്മരൂപമായ കാരണദ്രവ്യത്തിൽ നിന്നും അന്യനായിട്ടും ഇരിക്കുന്നുവോ, ഏതുകാലത്തും സ്വയമേവ പ്രകാശിക്കുന്ന ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. സർവോപനിഷത് സാരഭൂതമായ ഒരു മഹാമന്ത്രമാണ് ഈ പദ്യം. സാരം ധരിച്ചുകൊണ്ട് ദിവസം പ്രതി 1008 ഉരു ജപിക്കുന്നവർക്ക് മൃത്യുഭീതിക്ക് അവകാശമില്ല എന്നാണ് മഹദഭിപ്രായം. യസ്വാത്മനീതം നിജമായയാർപ്പിതം ക്വചിദ്ദിബാധം ക്വചതത്തിരോഹിതം അവിദ്ദൃക്സാക്ഷിഭയം തദീക്ഷതേ സ ആത്മമൂലോ വധുമാം പരാത്പരഃ. യാതൊരുവൻ താനാകുന്ന അധിഷ്ഠാനത്തിൽ സങ്കല്പമാത്രത്താൽ ഈ ലോകത്തെ സൃഷ്ടികാലത്തിൽ പ്രകാശിപ്പിക്കുന്നു. പ്രളയകാലത്തിൽ സൂക്ഷ്മ കാരണരൂപേണ തൻ്റെ പ്രകൃതിയിൽ ലയിപ്പിക്കുന്നു. കാര്യമായും കാരണമായുമിരിക്കുന്ന അത് രണ്ടിനെയും തടസ്സം കൂടാതെ എപ്പോഴും കാണുകയും ചെയ്യുന്നു. വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്ന ദൃഷ്ടിക്കും പ്രകാശത്തെ കൊടുക്കുന്നതുകൊണ്ട് പരത്തിൽ നിന്നും പരനായും അന്യകാരണത്തോടു കൂടാതെ സ്വയമേവ പ്രകാശിക്കുന്നവനുമായിരിക്കുന്ന ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. കാലേന പഞ്ചത്വമിതേഷു കൃഷ്ണശോ ലോകേഷു പാലേഷു ജ സർവഹേതുഷു തമസ്തദാസീത് ഗഹനം ഗഭീരം യസ്തസ്യ പാരേ വിവിരാജതേ വിഭുഃ. ഭഗവത് തത്വത്തെ ശരിയായിട്ടറിയുവാൻ കഴിയുകയില്ലെന്ന് സൂചിപ്പിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകങ്ങളും ലോകപാലകന്മാരും ലോകകാരണ പദാർത്ഥങ്ങളായ മഹത്തത്വാദികളും കാലത്താൽ നാശം പ്രാപിച്ചിരിക്കുമ്പോൾ ദുരവഗാഹവും അവധിയില്ലാത്തതുമായ അന്ധകാരം അവശേഷിക്കുന്നു. അതിനും ആശയഭൂതനായും സ്വയം പ്രകാശസ്വരൂപനായും ഇരിക്കുന്ന യാതൊരുവൻ അപ്പോഴും ആ തമസ്സിൻ്റെ അപ്പുറത്തായിട്ട് ആ തമസ്സിനും മറയ്ക്കുവാൻ കഴിയാത്തവനായിട്ട് വിളങ്ങുന്നു. നയസ്യ ദേവാ ഋഷയഃ പദം വിദുർജന്തു പുനഃകോർഹതി ഗന്ധുമീരിതും യഥാ നടസ്യ ഹൃദിഭിർവിചേഷ്ടതോ ദുരത്യയാനുക്രമണഃ സമാവതു. രാജാതിവേഷം കെട്ടിക്കളിക്കുന്ന നടൻ്റെ ശരിയായ സ്വരൂപത്തെ കളി കാണുന്ന സാധാരണന്മാർ അറിയാത്തതുപോലെ
ബഹുസ്വരൂപനായി വിളങ്ങുന്ന യാതൊരുവിൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ ദേവന്മാരും ഋഷികളും കൂടി അറിയുന്നില്ലയോ? അങ്ങനെയിരിക്കെ ആ രൂപത്തെ അറിയാനും പ്രവേശിക്കാനും വിവരിക്കാനും മറ്റുള്ളവർക്ക് സാധിക്കുന്നതല്ലെന്ന് പറയണമോ? അറിയപ്പെടുവാൻ സാധിക്കാത്ത ചരിത്രത്തോടു കൂടിയ ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ദിദൃക്ഷവോ യസ്യ പദം സുമംഗളം വിമുക്തസംഘാ മുനയഃ സുസാധവഃ ചരന്ത്യലോകവ്രതമവ്രണം വനേ ഭൂതാത്മഭൂത സുഹൃദഃ സമേ ഗതിഃ. പരമപുരുഷാർത്ഥ സ്വരൂപനായ ആ ഭഗവാനെ കാണാനുള്ള ഉപായത്തെ വിവരിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുന്നു. യാതൊരുവിൻ്റെ മംഗളകരമായ സ്വരൂപത്തെ സാക്ഷാത്കരിപ്പാൻ ആഗ്രഹിക്കുന്ന മുനികൾ ഭാര്യാപുത്രാദി വിഷയസംഘങ്ങളെ തീരെ ഉപേക്ഷിച്ചും സർവഭൂതങ്ങളെയും സമഭാവത്തോടുകൂടി നോക്കിയും അന്ധക്കരണത്തിൽ നിന്ന് കാമക്രോധാദി വൃത്തികളെ തീരെ ഉപേക്ഷിച്ച് പരമശുദ്ധന്മാരും പരമസാധുക്കളുമായി വനത്തിൽ നിരന്തരം അസാധാരണമായ ബ്രഹ്മചര്യവ്രതം ആചരിക്കുന്നുവോ ആ ഭഗവാൻ എനിക്ക് രക്ഷയായി ഭവിക്കണം. ന വിദ്യതേ യസ്യ ജന്മ കർമ്മ വാ ന നാമരൂപേ ഗുണദോഷ ഏവ വാ തഥാപി ലോകാപ്യയ സംഭവായ യഃ സ്വമായയാ താന്യനുകാലമൃച്ഛതി തസ്മൈ നമഃ പരേശായ ബ്രഹ്മണേനന്ദശക്തയേ അരൂപായോരുരൂപായ നമാശ്ചര്യകർമ്മണേ. യാതൊരുവിന് ജന്മവും തന്നിമിത്തം കർമ്മവും അതിനാൽ ഗുണവും ദോഷവും നാമവും രൂപവുമില്ലയോ? എങ്കിലും ലോകത്തിൻ്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾക്കു വേണ്ടി അതാതു കാലത്തിൽ സ്വമായാശക്തിയാൽ ജന്മാദിഭാവങ്ങൾ സ്വേച്ഛയാ സ്വീകരിക്കുന്നുവോ? രൂപരഹിതമായ ബ്രഹ്മമായും അനന്തശക്തി നിമിത്തം അനേക രൂപങ്ങൾ സ്വീകരിച്ചും അത്യാശ്ചര്യകരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുമിരിക്കുന്ന ആ പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം. നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരാം വിദൂരായ മനസശ്ചേതസാമഭി. സ്വയമേവ പ്രകാശിക്കുകയും ഇതര ജഡവസ്തുക്കളെ പ്രകാശിപ്പിക്കുകയും അന്തര്യാമി സ്വരൂപത്താൽ ജീവാത്മാവിനെ നിയമനം ചെയ്തും വാക്കുകൾക്കും മനസ്സിനും ചിത്തവൃത്തികൾക്കും അപ്രാപ്യനുമായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മീണ വിഭശ്ചിത നമഃ കൈവല്യനാഥായ നിർവാണസുഖസംവിദേ. വാങ്മനസ്സുകൾക്ക് എത്തുവാൻ കഴിയില്ലെങ്കിലും നിപുണനായ പുരുഷനാൽ സത്വഗുണാധിക്യത്താൽ സാധിക്കുന്നതായ സന്യാസയോഗത്താൽ പ്രാപിക്കപ്പെടുവാൻ കഴിയുന്നവനായും ഭക്തന്മാർക്ക് കൈവല്യത്തെ നൽകുന്ന ഈശ്വരനായും ദുഃഖ സംസ്പർശമില്ലാതിരിക്കുന്ന പരമാനന്ദത്തെ അനുഭവിക്കുന്ന ജ്ഞാനമൂർത്തിയായുമിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. നമഃശാന്തായ ഘോരായ ഗൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഘനായ ച. കാമക്രോധാദി വൃത്തികളിൽ നിന്ന് ദൂരെയിരിക്കുന്ന ശാന്തസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. ദുർജനങ്ങളെ ഹിംസിക്കുന്ന ഘോരസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. എങ്ങും നിറഞ്ഞവനാണെങ്കിലും ആർക്കും കാണാൻ കഴിയാത്ത വിധം മറഞ്ഞിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. സത്വാദി ഗുണങ്ങളെ സ്വേച്ഛയാ സ്വീകരിച്ച് അവയുടെ ധർമ്മങ്ങളെ അനുകരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. പ്രാകൃത ദേഹേന്ദ്രിയാദി വിശേഷഭാവങ്ങളൊന്നും ഇല്ലാത്തവനായിക്കൊണ്ട് നമസ്കാരം. കാമക്രോധാദി വൃത്തികൾ നിമിത്തമുണ്ടാകുന്ന വൈഷമ്യമില്ലാതെ സമഭാവത്തോടു കൂടിയവനായിക്കൊണ്ട് നമസ്കാരം. സച്ചിദാനന്ദ സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം. ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതയേ നമഃ. ശരീരേന്ദ്രിയാദി സംഘാതമാകുന്ന ക്ഷേത്രത്തെ അറിയുന്ന ജീവരൂപനായും സർവജീവ നിയന്താവായും ജീവസാക്ഷിയായും എപ്പോഴുമുള്ളവനായും അന്യകാരണത്തോട് കൂടാത്തവനായും മൂലപ്രകൃതിയുടെ വികാസത്തിനും സങ്കോചത്തിനും കാരണഭൂതനായും ഇരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. സർവേന്ദ്രിയ ഗുണദ്രഷ്ടേ സർവപ്രത്യയഹേതവേ അസദാചായയോക്തായ സദാഭാസായ തേ നമഃ. സർവേന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളായ ശബ്ദാദി വിഷയങ്ങളെ അറിയുന്നവനും സർവേന്ദ്രിയങ്ങളുടെ വൃത്തികളാകുന്ന ജ്ഞാപക കർമ്മങ്ങളോടുകൂടിയവനും അസത്തായിരിക്കുന്ന അഹങ്കാരാദി പ്രപഞ്ചത്താൽ പ്രതിബിംബത്താൽ ബിംബമെന്ന പോലെ സൂചിപ്പിക്കപ്പെടുന്നവനായും നശ്വരങ്ങളായി കാണപ്പെടുന്ന ശരീരാദി പ്രപഞ്ചത്തിൽ നാശമില്ലാതെയിരിക്കുന്ന സദ്രൂപത്താൽ പ്രകാശിക്കുന്നവനുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ നമോപവർഗായ പരായണായ
അങ്ങ് സർവ്വപ്രപഞ്ചത്തിനും കാരണമാകുന്നുവെങ്കിലും അങ്ങയ്ക്ക് മറ്റു കാരണമില്ലാതെയും ഇരിക്കുന്നു. ലോകത്തിൽ ഘടാതിപാത്രങ്ങളുടെ കാരണമായിരിക്കുന്ന മണ്ണിന് വികാരം കാണപ്പെടുന്നതുപോലെ പ്രപഞ്ചകാരണമായിരിക്കുന്ന അങ്ങയ്ക്ക് യാതൊരുവിധം വികാരവുമില്ലാത്തതിനാൽ അദ്ഭുതമായ കാരണഭാവത്തെ അങ്ങ് വഹിക്കുന്നു. ഇപ്രകാരമാണ് അങ്ങയുടെ സ്വരൂപമെന്ന് വിവരിക്കുന്ന പഞ്ചരാത്രം വേദങ്ങൾ എന്നീ പ്രമാണങ്ങൾക്കെല്ലാം അവധിഭൂതനും അങ്ങുതന്നെ. മോക്ഷസ്വരൂപനും സർവാശ്രയഭൂതനുമായ അങ്ങേക്കു നമസ്കാരം, നമസ്കാരം. ഗുണാരണിച്ചന്നചിദൂഷ്മഭായ തക്ഷോഭവിസ്ഫൂർജിതമാനസായ നൈഷ്കർമ്മ്യഭാവേന വിവർജിതാഗമസ്വയം പ്രകാശായ നമസ്കരോമി. അങ്ങയുടെ ചിത് സ്വരൂപമാകുന്ന അഗ്നി സത്വാദി ഗുണങ്ങളാകുന്ന അരണിയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ ഗുണങ്ങളുടെ ശോഭത്തിൽ അങ്ങയുടെ മനസ്സ് സൃഷ്ടിന്മുഖമായി ഭവിക്കുന്നു. ആത്മഭാവന നിമിത്തം വേദവിഹിതങ്ങളായ കർമ്മങ്ങളിൽ നിന്ന് വിമുക്തന്മാരായി നിരന്തരം അങ്ങയുടെ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നവരിൽ അങ്ങ് സ്വയമേവ പ്രകാശിക്കുന്നു. ജ്ഞാനികളാൽ അനുഭവരൂപേണ അറിയപ്പെടുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. മാതൃക്പ്രപന്ന പശുപാശ വിമോക്ഷണായ മുക്തായ ഭൂരികരുണായ നമോലയായ സ്വാംശേന സർവതനുഭൃന്മനസി പ്രതീത പ്രത്യഗ്ദൃശേ ഭഗവതേ ബൃഹദേ നമസ്തേ. എന്നെപ്പോലെ അറിവില്ലാത്തവരും അങ്ങയെ ശരണം പ്രാപിച്ചവരുമായ ജനങ്ങളുടെ അവിദ്യാബന്ധത്തെ നശിപ്പിക്കുന്നവനും സ്വയം നിത്യമുക്തനും കരുണാധിക്യം നിമിത്തം ഭക്തജനങ്ങളെ സംസാരബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കാര്യത്തിൽ ആലസ്യമില്ലാത്തവനും സ്വാംശത്താൽ സകല ശരീരികളുടെയും ഹൃദയത്തിൽ പ്രത്യേക ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നവനും അപരിച്ഛിന്നനും അനന്ത ഐശ്വര്യ പരിപൂർണനുമായ അങ്ങേക്കു നമസ്കാരം, നമസ്കാരം. ബന്ധനത്തിൽ കിടക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ സ്വതന്ത്രനല്ലാതെ സാധിക്കുകയില്ല. അതുപോലെ അവിദ്യാകാര്യത്താൽ സംസാരത്തിൽ കിടന്നു വലയുന്നവരെ അവിദ്യാബന്ധമില്ലാത്ത ഈശ്വരന് മാത്രമേ മോചിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മോചിപ്പിക്കുന്നത് പ്രതിഫലം കാക്ഷിച്ചിട്ടല്ല. നിത്യതൃപ്തനായ ഈശ്വരന് ജീവന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. ഈശ്വരൻ്റെ കാരുണ്യം മാത്രമാണ് ജീവാനുഗ്രഹത്തിന് കാരണം. പ്രത്യേകാത്മരൂപേണ സകല ശരീരികളുടെയും അണുപരിണാമമായ മനസ്സിൽ വസിക്കുന്നതുകൊണ്ട് ഈശ്വരൻ പരിച്ഛിന്നനാകുന്നില്ല. അപ്പോഴും അപരിച്ഛിന്നനായി തന്നെ ഇരിക്കുന്നു. ആത്മസാക്ഷാത്കാരം ലഭിച്ചവർ ആത്മസ്വരൂപനായ ഭഗവാന്റെ ഏവം വിധമായ മഹിമ അനുഭവത്താൽ അറിയുന്നു. അപ്രകാരം ഇരിക്കുന്ന അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ആത്മാത്മജാപ്തഗൃഹവിത്തജനേഷു സക്തേ ദുഷ്പ്രാപണായ ഗുണസംഗ വിവർജിതായ മുക്താത്മഭിസ്വഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ. ഭഗവാൻ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിലും പുത്രന്മാർ, ബന്ധുക്കൾ, ഭവനം, ധനാദികൾ, ഭൃത്യാദി ജനങ്ങൾ ഇവരിൽ ആസക്തന്മാരായവർക്ക് ഭഗവത് സ്വരൂപത്തെ അറിയുവാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ഗുണകാര്യങ്ങളായ ശരീരാദികളിൽ സംഘമില്ലാത്തവനാകുന്നു. അതുപോലെ തന്നെ ഗുണകാര്യങ്ങളിലുള്ള സംഘത്തെ വിട്ടിരിക്കുന്ന മനസ്സോടുകൂടിയവരാൽ അവരുടെ ഹൃദയത്തിൽ നിരന്തരം ഭാവിക്കപ്പെടുന്നവനുമാകുന്നു. ആ ഭാവനയാൽ അറിയപ്പെടുന്ന ജ്ഞാനസ്വരൂപനും ഐശ്വര്യപരിപൂർണനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. യം ധർമ്മകാമാർത്ഥ വിമുക്തികാമ ഭജന്ത ഇഷ്ടാം ഗതിമാപ്നുവന്തി കിന്വാശിഷോരാത്യഭിദേഹമവ്യയം കരോതുമേതഭ്രതയോ വിമോക്ഷണം. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ ആഗ്രഹിക്കുന്നവർ യാതൊരുവനെ ഭജിക്കുന്നതുകൊണ്ട് അവരവരുടെ ഇഷ്ടബലത്തെ പ്രാപിക്കുന്നുവോ? അതുമാത്രമല്ല, അവർ ആഗ്രഹിക്കാത്തതായ അനുഗ്രഹങ്ങളെയും നാശരഹിതമായ ശരീരത്തോടുകൂടിയ ഭൃത്യഭാവത്തെയും അവർക്ക് യാതൊരു ഭഗവാൻ നൽകുന്നുവോ? അപാര കരുണയോടുകൂടിയ ആ പരമേശ്വരൻ എന്നെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഏകാന്തിനോ യസ്യന കഞ്ചനാർത്ഥം വാഞ്ചന്തി യേ വൈ ഭഗവത് പ്രപന്നാഃ അത്യദ്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാഃ. യാതൊരുവൻ്റെ അന്തരംഗ ഭക്തന്മാർ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുന്നതല്ലാതെ 4 വിധം പുരുഷാർത്ഥങ്ങളിൽ ഒന്നിനെയെങ്കിലും ആഗ്രഹിക്കുന്നവരല്ല നിശ്ചയം. ജന്മാന്തരങ്ങളിൽ ചെയ്ത സകല ദുരിതങ്ങളെയും തീർത്ത് പരിശുദ്ധി വരുത്തുന്നതും അത്യദ്ഭുതവുമായ ഭഗവത് ചരിത്രത്തെ ഗാനം ചെയ്യുന്നത് കൊണ്ടുതന്നെ അവർ പരമാനന്ദ സമുദ്രത്തിൽ മുങ്ങിയവരായിട്ട് കാലം കഴിക്കുന്നു. ആ ഭക്തിരസത്തെ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ ആപത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത്. തമക്ഷരം ബ്രഹ്മ പരം പരേശമവ്യക്തമാധ്യാത്മിക യോഗഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മമിവാതിദൂരമനന്തമാദ്യം പരിപൂർണമീഡേ.
സ്വരൂപത്തിനും ഗുണത്തിനും ഒരു കാലത്തും ക്ഷയമില്ലാതെ സർവത്തിൻ്റെയും ഉള്ളിലും പുറത്തും വ്യാപിച്ചും സർവോത്തമമായും ബ്രഹ്മാദി ദേവന്മാരുടെയും നിയന്താവായും അസ്പഷ്ട സ്വരൂപനായും ഭക്തിയോഗത്താൽ പ്രാപിക്കപ്പെടുവാൻ യോഗ്യനായും അതിദൂരത്തുള്ള സൂക്ഷ്മ വസ്തുവെന്ന പോലെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതെയും ദേശം കാലം വസ്തു എന്ന 3 വിധം പരിച്ഛേദത്തിൽ നിന്നും അതിക്രമിച്ചും സർവത്തിനും കാരണമായ ആദ്യ വസ്തുവായും എങ്ങും നിറഞ്ഞുമിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു. യസ്യ ബ്രഹ്മാദയോ ദേവാ വേദാ ലോകാശ്ചരാചരാഃ നാമരൂപവിഭേദേന ഫൽഗുവ്യാജകലയാ കൃതാഃ. ബ്രഹ്മാദി ദേവന്മാർ, വേദങ്ങൾ, ചരാചരങ്ങളായ ലോകങ്ങൾ എന്നിവയെല്ലാം നാമരൂപഭേദങ്ങളോടുകൂടി യാതൊരുവൻ്റെ അല്പമായ അംശത്താൽ ഉണ്ടാക്കപ്പെട്ടവയാകുന്നു. യഥാർച്ചിഷോഗ്നേ സവിദുർഗഭസ്തയോ നിര്യാന്തി സംയാന്ത്യ സഹൃത്സ്വരോജിഷഃ തഥാ യതോയം ഗുണസംപ്രവാഹോ ബുദ്ധിർമനക്കാനി ശരീരസർഗാഃ. അഗ്നിയിൽ നിന്ന് സ്ഫുല്ലിംഗങ്ങൾ എന്ന പോലെ നിരന്തരമായും സൂര്യനിൽ നിന്ന് കിരണങ്ങൾ എന്ന പോലെ അവധിയില്ലാതെയും ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേവമനുഷ്യാദി ശരീരങ്ങൾ എന്നീ രൂപത്തിൽ കാണപ്പെടുന്ന ഗുണപരിണാമരൂപമായ ഈ പ്രപഞ്ചം യാതൊരുവനിൽ നിന്ന് പുറപ്പെടുകയും യാതൊരുവനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. സവൈന ദേവാസുരമർത്യതിര്യങ് ന സ്ത്രീ ന ഷണ്ഡോ ന പുമാൻ ന ജന്തുഃ ന്യായം ഗുണകർമ്മന സന്ന ചാസന്നിഷേധശേഷോ ജയദാദശേഷഃ. എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തി ലയസ്ഥാനഭൂതനായ ഭഗവാൻ ഉത്പന്നങ്ങളുടെ മധ്യത്തിൽ ഒരുവനുമല്ലെന്ന് കാണിക്കുന്നു. ആ ഭഗവാൻ ദേവനോ അസുരനോ മനുഷ്യനോ തിര്യക്കോ സ്ത്രീയോ പുരുഷനോ നപുംസകമോ ഏതോ വിധത്തിലുള്ള പ്രാണി മാത്രമോ ഗുണപരിണാമമോ കർമ്മത്താൽ ഉണ്ടാക്കപ്പെട്ടതോ സ്ഥൂലമോ സൂക്ഷ്മമോ ഒന്നുമല്ല. എല്ലാറ്റിൻ്റെയും നിഷേധത്തിന് അവധിഭൂതനും മായനിമിത്തം അശേഷ സ്വരൂപനുമായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി വരണം. ജിജീവിഷേനാഹമിഹാമുയാക്കിം അന്തർബഹിശ്ച ഹൃദയേ ഭയോന്യോ ഇച്ഛാമി കാലേന ന യസ്യ വിപ്ലവസ്തസ്യാത്മലോകാവരണസ്യ മോക്ഷം. ഈ ഗ്രാഹത്തിൻ്റെ ഗ്രഹണത്തിൽ നിന്നുള്ള മോചനത്തെ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഉള്ളിലും പുറത്തും അവിവേകത്താൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തോടുകൂടി ജീവിച്ചിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരീരത്തിന് ഗ്രാഹം നിമിത്തം നേരിട്ടിരിക്കുന്ന ഈ ബന്ധം ഈ ശരീരത്തിൻ്റെ നാശത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഹേ ഭഗവൻ, അങ്ങെന്നെ അതിൽ നിന്നല്ല മോചിപ്പിക്കേണ്ടത്. ആത്മപ്രകാശത്തെ മറയ്ക്കുന്ന അജ്ഞാനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. അജ്ഞാനമാകട്ടെ കാലത്താൽ നശിക്കുന്നതല്ലല്ലോ. അങ്ങയുടെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന ജ്ഞാനം കൊണ്ട് മാത്രമല്ലേ അതിന് നാശമുള്ളൂ. അതിനാൽ അജ്ഞാനനാശകമായ ആത്മജ്ഞാനത്തെ നൽകി സംസാരബന്ധത്തിൽ നിന്നെന്നെ മോചിപ്പിക്കണമെന്നാണ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സോഹം വിശ്വസൃജം വിശ്വമവിശ്വം വിശ്വവേദസം വിശ്വാത്മാനമജം ബ്രഹ്മ പ്രണതോസ്മി പരംപദം. സംസാരമോക്ഷത്തെ ആഗ്രഹിക്കുന്ന ഞാൻ ലോകസ്രഷ്ടാവും ലോകസ്വരൂപനാണെന്നിരിക്കലും ലോകത്തോട് ബന്ധിക്കാതെ വേറിട്ടിരിക്കുന്നവനും ലോകമാകുന്ന ഉപകരണത്തെക്കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരലീലകൾ നടത്തുന്നവനും ലോകാന്തര്യാമിയും ജന്മാതിരഹിതനും എങ്ങും വ്യാപിച്ചിരിക്കുന്നവനുമായ പുരുഷോത്തമനെ കേവലം നമസ്കരിക്കുന്നു. ആ ഭഗവാന്റെ പരമതത്വത്തെ ഞാൻ അറിയുന്നില്ല. യോഗരന്തിത കർമാണോ ഹൃദി യോഗവിഭാവിതേ യോഗിനോയം പ്രപശ്യന്തി യോഗേശം തം നതോസ്മ്യഹം. ഭക്തിയോഗത്താൽ പുണ്യപാപരൂപ കർമ്മ പ്രതിബന്ധങ്ങളെ തീരെ നശിപ്പിച്ചിരിക്കുന്ന യോഗികൾ യോഗത്താൽ പരിശുദ്ധമായ അവരുടെ ഹൃദയത്തിൽ യാതൊരുവനെ സാക്ഷാത്കരിക്കുന്നുവോ യോഗബലമായ മോക്ഷത്തെ നൽകുന്ന ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. നമോ നമസ്തുഭ്യമസഹ്യവേഗ ശക്തിത്രയായ അഖിലദീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതീന്ദ്രിയാണാം അനവാപ്യവർത്മനെ. അടക്കാൻ കഴിയാത്ത രാഗദ്വേഷാദി ലക്ഷണ ബലത്തോടുകൂടിയ സത്വരജസ് തമോ ഗുണങ്ങൾ അടങ്ങിയ മായാശക്തിയാൽ സകല ജനങ്ങളുടെയും മനസ്സിനെ മോഹിപ്പിക്കുന്നവനായി അന്തർഭാഗത്തിലും ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായ ശബ്ദാദികളായിട്ട് ഇന്ദ്രിയങ്ങളെ മോഹിപ്പിക്കുന്നവനായി പുറമേയും അതിക്രമിക്കാൻ കഴിയാത്ത ശക്തിയോടുകൂടി കുൽസിതങ്ങളായ വിഷയങ്ങളെ ആഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതെയും വിളങ്ങുന്നുവെങ്കിലും സർവാത്മന ശരണം പ്രാപിക്കുന്ന ഭക്തജനങ്ങളുടെ സകല ക്ലേശങ്ങളെയും തീർത്ത് രക്ഷിക്കുന്ന
കരുണാനിധിയായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം. ന്യായം വേദസ്വമാത്മാനം യച്ഛത്യാഹന്തിയാഹതം തം ദുരത്യയമാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. യാതൊരുവൻ്റെ ശക്തിയായ മായനിമിത്തം മോഹിച്ചിരിക്കുന്ന ജനം ശരീരഭാവനയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മസ്വരൂപത്തെ അറിയാതെയിരിക്കുന്നുവോ? ആരാലും അതിക്രമിപ്പാൻ കഴിയാത്ത മാഹാത്മ്യത്തോടുകൂടിയ ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശ്രീ ശുക ഉവാച. ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗവിധാഭിമാനാഃ നൈതേ യഥോപസസൃപുർനിഖിലാത്മകത്വാത് തത്രാഖിലാമരമയോ ഹരിരാവിരാസീത്. ശ്രീ ശുകമുനി അരുളിച്ചെയ്തു. ഇപ്രകാരം ഗജേന്ദ്രൻ മൂർത്തിഭേദങ്ങളെയെല്ലാം അതിക്രമിച്ചിരിക്കുന്ന പരമതത്വസ്വരൂപത്തെക്കുറിച്ച് വർണ്ണിച്ചു. അപ്പോൾ ചതുർമുഖാദി സ്വരൂപങ്ങളിൽ അഭിമാനത്തോടുകൂടിയ ബ്രഹ്മാവ് മുതലായ ദേവന്മാർ അവിടെ ഗജേന്ദ്ര സമീപത്തിൽ വന്നില്ല. സർവാത്മാവായിരിക്കുന്ന ശ്രീഹരി, ഹരിമേധസ്സിൽ നിന്ന് ഹരിണിയിൽ അവതരിച്ചിരിക്കുന്ന ഭഗവാൻ, സർവദേവതാ സ്വരൂപൻ അവിടെ പ്രത്യക്ഷനായി. തം തദ്വദാർത്ഥമുപലഭ്യ ജഗന്നിവാസഃ സ്തോത്രം നിശമ്യതി വിജയ് സഹ സംസ്തുവദ്ഭിഃ ഛന്ദോമയേന ഗരുഡേന സമുഹ്യമാന ചക്രായുധോഭ്യഗമദാശു യഥോ ഗജേന്ദ്രഃ. സർവ്വലോകങ്ങളുടെയും അന്തര്യാമിയായി വസിക്കുന്ന ചക്രായുധൻ സ്വഭക്തൻ ഗ്രാഹഗ്രഹണത്താൽ പീഡിതനായിരിക്കുന്നുവെന്നറിയുകയും സ്തോത്രം കേൾക്കുകയും ചെയ്തിട്ട് തൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നന്നായി കീർത്തിക്കുന്ന ദേവന്മാരോടുകൂടി വേദമയനായ ഗരുഡനിലിരുന്നും കൊണ്ട് ഗജേന്ദ്രൻ നിൽക്കുന്ന ദിക്കിൽ അതിശീഘ്രം ആഗമിച്ചു. സോന്തസരസ്യുരുബലേന ഗൃഹീതാർത്തോ ദൃഷ്ട്വാ ഗരുന്മതിഹരിം ക ഉപാത്തചക്രം ഉക്ഷിപ്യ സാംബുജകരം ഗിരമാഹകൃച്ഛ്രാത് നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. തടാകമധ്യത്തിൽ മഹാബലവാനായ ഗ്രാഹത്താൽ ഗ്രഹിക്കപ്പെട്ടിരിക്കയാൽ നന്നേ തളർന്നിരിക്കുന്ന ആ ഗജേന്ദ്രൻ ആകാശത്തിൽ ഗരുഡൻ വാഹനത്തിന്മേൽ ചക്രായുധം ഉയർത്തിപ്പിടിച്ചും കൊണ്ട് നിൽക്കുന്ന ശ്രീഹരിയെ കണ്ട ഉടനെ തടാകത്തിൽ നിന്ന് താമരപ്പൂ പറിച്ചു പിടിച്ചിരിക്കുന്ന തുമ്പിക്കൈ ഉയർത്തിയും കൊണ്ട് ഹേ നാരായണ അഖിലഗുരോ ഭഗവൻ, അങ്ങയ്ക്കു നമസ്കാരം എന്ന വാക്ക് ബഹു കഷ്ടപ്പാടോടുകൂടി ഉച്ചരിച്ചു. തം വീക്ഷ്യ പീഡിതമജഃ സഹസാവധീര്യ സഗ്രാഹമാശു സരസ കൃപയോ ജഹാര ഗ്രാഹ്വാദിപാഡിതമുഖാധരിണാ ഗജേന്ദ്രം സംപശ്യതാം ഹരിരമോ മുജദുശ്രിയാണാം. ജന്മനാശാദിഭാവങ്ങളില്ലാത്ത നിത്യാനന്ദ സ്വരൂപിയായ ശ്രീഹരി ആ ഗജം നന്നേ സങ്കടമനുഭവിക്കുന്നതായി കണ്ട ഉടനെ കാരുണ്യത്താൽ ഗരുഡവേഗം പോരായെന്ന് വിചാരിച്ചിട്ടോ എന്ന് തോന്നുമാറ് പെട്ടെന്നിറങ്ങി ഗജേന്ദ്രൻ്റെ ഉയർത്തിയിരിക്കുന്ന തുമ്പിക്കൈയിൽ പിടിച്ച് തടാകത്തിൽ നിന്നും കരയ്ക്കു വലിച്ചു. ആനയോടുകൂടി ഗ്രാഹവും കരയ്ക്കു വന്നു. ഉടനെ ചക്രം കൊണ്ട് ഗ്രാഹത്തിൻ്റെ മുഖം പിളർന്ന് ഗജേന്ദ്രനെ ഗ്രാഹത്തിൽ നിന്ന് വേർപെടുത്തി. ദേവന്മാരെല്ലാം കണ്ടുകൊണ്ടു നിന്നു. 3-ാമത്തെ അധ്യായം സമാപിച്ചു. 4-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.